എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ പഠന കാലഘട്ടത്തിൽ അധ്യാപകർ ഞങ്ങൾക്ക് പറഞ്ഞു നൽകിയിരുന്ന കഥകളിൽ ഇന്നും ഓർമ്മയിലുള്ള ഒരു പിടി കഥകളുണ്ട്. അതിലൊരു കഥ നിങ്ങളോട് പറയാം. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി സ്കൂൾ വിട്ടു വരുന്ന വഴിക്ക് വെള്ളരിക്ക കൃഷി ചെയ്യുന്ന പറമ്പിൽ നിന്നും വെള്ളരിക്ക മോഷ്ടിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൻ ഈ മോഷ്ടിച്ച വെള്ളരിക്കയുമായി വീട്ടിലെത്തിയിരുന്നു. ഈ മോഷ്ടിച്ച വെള്ളരിക്ക അവന്റെ അമ്മ അവന് പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ പതിയെ അടുത്ത വീടുകളിൽ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു ശീലം തുടങ്ങി വെച്ചു. ക്രമേണ അത് അടുത്ത കടകളിലേക്ക് വ്യാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ ഒരു വീട്ടിൽ നിന്നും മോഷണ ശ്രമത്തിനിടെ അവന്റെ കൈകൾ കൊണ്ട് വൃദ്ധയായ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. കൊലപാതക കുറ്റമായതുകൊണ്ട് തന്നെ ജഡ്ജി അവന് വധശിക്ഷ വിധിക്കുന്നു. അവന്റെ വധശിക്ഷയുടെ ദിവസം എത്തിയപ്പോൾ തൂക്കിക്കൊല്ലുന്നതിന് തൊട്ടു മുന്നെയായി അവനോട് ജഡ്ജി ചോദിക്കുന്നു, അവസാനമായി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയോട് ഒരു രഹസ്യം പറയണം. ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹമായതുകൊണ്ട് തന്നെ ജഡ്ജി അതിന് അനുവാദം നൽകി. അവൻ അവന്റെ അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞാൻ ആ വെള്ളരിക്ക മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോൾ അമ്മ എന്നെ തിരുത്തിയിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ അവന്റെ അമ്മയുടെ ചെവി കടിച്ചു മുറിച്ചു. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടതും അത് തിരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും. കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നതിനുള്ള പ്രോത്സാഹനം കൂടിയാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലയിടങ്ങളിലും ഈ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹം നിസ്സഹായരായി തലകുനിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. കുട്ടികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും അപമാനം സഹിക്കേണ്ടി വന്നിട്ടുള്ളവരുണ്ട്. മാതാപിതാക്കൾ കൃത്യമായി കുട്ടികളോട് ഉത്തരവാദിത്വത്തോടെയും ദീർഘവീക്ഷണത്തോടു കൂടിയും ഇടപെടുകയും അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുക. കുട്ടികളെ നന്നായി മനസ്സിലാക്കാനും നന്നായി അറിയുവാനും ശ്രമിക്കുക. സാങ്കേതിക ഉപകരണങ്ങളെ കുറിക്കപ്പെട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന സമയം പാഴാക്കി കളയാതിരിക്കുക.